മികച്ച ജോലിക്കാർ, അത്രയും മികച്ചതല്ലാത്ത ജോലിക്കാർ, തീരെയും പ്രൊഡക്ടിവിറ്റി ഇല്ലാത്ത ആൾക്കാർ, അങ്ങനെ വേണമെങ്കിൽ നമുക്ക് പല ഗ്രേഡായിട്ട് തിരിച്ചു കൊണ്ടുവരാവുന്നതാണ്. വൈ ആക്സിസ് ഒരു എക്സ് ആക്സിസ് ഉള്ള ഒരു ഗ്രാഫ് വയ്ക്കുകയാണ് എങ്കിൽ അതിലൊരു സൈഡ് നമ്മളൊരു വില്ലെന്നും മറ്റേ ഒരു സൈഡ് സ്കില്ലെന്നും നമ്മൾ നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആ 4 ഭാഗമായിട്ട് വിഭജിച്ച ഭാഗങ്ങളിൽ നമുക്ക് കാണാൻ പറ്റുന്നത്, ഒന്ന് ലോ വില്ല് പക്ഷെ ഹൈ സ്കില്ലുള്ളവരെ കാണും. വേറൊരു 4-1 ഭാഗത്ത് സ്കില്ലും ഇല്ല വില്ലും ഇല്ലാത്തവരെ കാണാൻ പറ്റും. വേറൊരു ഭാഗത്ത് നമുക്ക് വില്ലുണ്ട് സ്കില്ലില്ലാത്തവരെ കാണാൻ പറ്റും. ഇനി 4-മത്തെ ഭാഗം നമ്മൾ നോക്കുകയാണ് എങ്കിൽ വില്ലും ഉണ്ട് സ്കില്ലും ഉണ്ട്. എംപ്ലോയി എൻഗേജ്മെൻറ്റ് സ്കോർ കാർഡ് ഉപയോഗിക്കാവുന്നതാണ്. എംപ്ലോയി എൻഗേജ്മെൻറ്റ് പ്രോഗ്രാംസ് ഉണ്ട്. അതിലൊരു പ്രോഗ്രാമാണ് ടീം ബിൽഡിങ് എന്ന് പറഞ്ഞിട്ട് ഉള്ള ഒരു പ്രോഗ്രാം. ടീം ബിൽഡിങ്, അവരെ നമ്മളൊരു ടീമാക്കാം. വില്ലില്ലാത്ത ഒരു കമ്മ്യൂണിറ്റിയിൽ 2 പേരെ എടുത്തിട്ട് സ്കില്ലും ഉണ്ട് വില്ലും ഉള്ള 6 പേരുടെ കൂടെ ഇടുന്നു. അപ്പോൾ അവിടെ 6 പേര് 75% ഉണ്ട്, ഇവിടെ 2 പേര് 25%. അപ്പോൾ അവിടെ ഒരു പ്രൊഡോമിനൻസി അല്ല പ്രൊഡോമിനൻ്റ് ആയിട്ട് വരുന്നത് സ്കില്ലും വില്ലും ഉള്ളവരാണ്. ഇപ്പോൾ ഏതൊരു സ്ഥാപനവും വളരുന്നത് മികച്ച ജീവനക്കാരിലൂടെയാണ്. ഒരു സ്ഥാപനത്തെ എടുത്തു നോക്കുകയാണെങ്കിൽ മികച്ച ജീവനക്കാരും ഉണ്ടാകും, അതുപോലെ തന്നെ മോശം ജീവനക്കാരും ഉണ്ടാകും. അപ്പോൾ ഇവരെ എങ്ങനെ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാം? അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ മികച്ച ജീവനക്കാരെ നമ്മുടെ സ്ഥാപനത്തിൻ്റെ വളർച്ചയ്ക്കായിട്ട് നമുക്ക് എങ്ങനെ ഫലപ്രദമായിട്ട് വിനിയോഗിക്കാം, അല്ലെങ്കിൽ അവരെ നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാം, അതിനെക്കുറിച്ചൊന്ന് വ്യക്തമാക്കാമോ? മികച്ച ജോലിക്കാർ, അതേപോലെ തന്നെ അത്രയും മികച്ചതല്ലാത്ത ജോലിക്കാർ, തീരെയും പ്രൊഡക്ടിവിറ്റി ഇല്ലാത്ത ആൾക്കാർ, അങ്ങനെ വേണമെങ്കിൽ നമുക്ക് പല ഗ്രേഡായിട്ട് തിരിച്ചു കൊണ്ടുവരാവുന്നതാണ്. അതെ അതെ. ഇതിനൊരു ഗ്രാഫ് വെക്കുകയാണ് എങ്കിൽ, അതായത് ഒരു വൈ ആക്സിസ് ഒരു എക്സ് ആക്സിസ് ഉള്ള ഒരു ഗ്രാഫ് വെക്കുകയാണ് എങ്കിൽ അതിലൊരു സൈഡ് നമ്മളൊരു വില്ലെന്നും മറ്റേ ഒരു സൈഡ് സ്കില്ലെന്നും നമ്മൾ നോക്കുകയാണെങ്കിൽ, ചില ആ ക്വാഡ്രൻറ്റിൽ അല്ലെങ്കിൽ ആ 4 ഭാഗമായിട്ട് വിഭജിച്ച ഭാഗങ്ങളിൽ നമുക്ക് കാണാൻ പറ്റുന്നത്, ഒന്ന് ലോ വില്ല് പക്ഷെ ഹൈ സ്കില്ലുള്ളവരെ കാണും. വേറൊരു 4-1 ഭാഗത്ത് സ്കില്ലും ഇല്ല വില്ലും ഇല്ലാത്തവരെ കാണാൻ പറ്റും. വേറൊരു ഭാഗത്ത് നമുക്ക് വില്ലുണ്ട് സ്കില്ലില്ലാത്തവരെ കാണാൻ പറ്റും. ഇനി 4-മത്തെ ഭാഗം നമ്മൾ നോക്കുകയാണ് എങ്കിൽ വില്ലും ഉണ്ട് സ്കില്ലും ഉണ്ട്. അപ്പോൾ ഇങ്ങനെ വേണമെങ്കിൽ ഒരു 4 ഭാഗമായിട്ട് നമുക്ക് എംപ്ലോയീസിനെ ഡിവൈഡ് ചെയ്ത് കൊണ്ടുവരാവുന്നതാണ്. അവരെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാവുന്നതാണ്. ഇത് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് നമുക്ക് ഞാൻ പറഞ്ഞത് ഒരു എംപ്ലോയി എൻഗേജ്മെൻറ്റ് സ്കോർ കാർഡ് ഉപയോഗിക്കാവുന്നതാണ്. എംപ്ലോയി എൻഗേജ്മെൻറ്റ് സ്കോർ കാർഡ് ഉപയോഗിക്കാവുന്ന. ആ സ്കോർ കാർഡ് ഉപയോഗിച്ചിട്ട് ഇവർ ഏത് 4-1 വിഭജിച്ച ഭാഗത്താണ് അല്ലെങ്കിൽ എവിടെയാണ് എന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. സ്കില്ലും ഇല്ല വില്ലും ഇല്ലാത്ത ആളെ നമ്മൾ ആദ്യം ഒന്ന് മനസ്സിൽ കരുതിയിട്ട് അവരെ നമുക്കൊന്ന് ഡൗൺ ഗ്രേഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. വില്ലുണ്ട് സ്കില്ലില്ലാത്ത ആൾക്കാരാണ് എങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അവരെ പ്രൊമോട്ട് ചെയ്യാം. അവർക്ക് ഞാൻ പറഞ്ഞ നല്ല ട്രെയിനിങ് കൊടുത്തുകൊണ്ട് അവരെ ചിലപ്പോൾ നമുക്ക് പ്രൊമോട്ട് ചെയ്തുകൊണ്ട് വരാം. പിന്നെ എന്നാൽ സ്കില്ലും ഉണ്ട് വില്ലും ഉള്ള ഒരു കമ്മ്യൂണിറ്റി അവിടെയുണ്ട്. അവരെ ഞാൻ പറഞ്ഞത് ഭയങ്കരമായിട്ട് വീണ്ടും നമ്മൾ പ്രൊമോട്ട് ചെയ്യുകയാണെങ്കിൽ ഓർഗനൈസേഷന് കൊണ്ടുവരാവുന്നതാണ്. പിന്നെ 4-മത്തെ ഭാഗത്ത് ആ 4-മത്തെ 4-1 ഭാഗത്ത് നിൽക്കുന്നത് നല്ല സ്കില്ലുണ്ട് പക്ഷെ വില്ലില്ലാത്തവരെയാണ്. അവരെ നമുക്ക് എങ്ങനെ നല്ല വില്ലുള്ള അല്ലെങ്കിൽ നല്ല സ്കില്ലുള്ള ആ സ്കീമിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അതിന് ഞാൻ പറഞ്ഞത് ഇന്ന് നല്ല എംപ്ലോയി എൻഗേജ്മെൻറ്റ് പ്രോഗ്രാംസ് ഉണ്ട്. അതിലൊരു പ്രോഗ്രാമാണ് ടീം ബിൽഡിങ് എന്ന് പറഞ്ഞിട്ട് ഉള്ള ഒരു പ്രോഗ്രാം. ടീം ബിൽഡിങ്, അവരെ നമ്മളൊരു ടീമാക്കുക. അതായത് ഉദാഹരണമായിട്ട് സ്കില്ലുണ്ട് വില്ലില്ലാത്ത ഒരു കമ്മ്യൂണിറ്റിയിൽ 2 പേരെ എടുത്തിട്ട് അപ്പുറത്ത് സ്കില്ലും ഉണ്ട് വില്ലും ഉള്ള 6 പേരുടെ കൂടെ ഇടുന്നു. അപ്പോൾ അവിടെ 6 പേര് 75% ഉണ്ട്, ഇവിടെ 2 പേര് 25%. അപ്പോൾ അവിടെ ഒരു പ്രൊഡോമിനൻസി അല്ല പ്രൊഡോമിനൻ്റ് ആയിട്ട് വരുന്നത് സ്കില്ലും വില്ലും ഉള്ളവരാണ്. അപ്പോൾ ഇവർ 2 പേരും കൂടി അവിടെ ചെന്ന് കഴിയുമ്പോൾ നന്നാവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അങ്ങനെയുള്ള ചില ടെക്നിക്കുകൾ ഉപയോഗിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞത് ടീം ബിൽഡിങ്, 5000 എംപ്ലോയി, 10,000 എംപ്ലോയി, 50,000 എംപ്ലോയി, 2,00,000 എംപ്ലോയി, അങ്ങനെയുള്ള ഒരു ഓർഗനൈസേഷൻ നമുക്ക് ഇന്ത്യയിൽ ധാരാളം ഉണ്ടല്ലോ ഇപ്പം. അതെ അതെ. അവരുടെ സ്കില്ലും വില്ലും അനലൈസ് ചെയ്ത്
അവരെ ഒരു ടീമിലേക്ക് കൊണ്ടുവന്നാൽ ആ ടീം നന്നായി പെർഫോം ചെയ്യുകയും അവിടെ നമ്മൾ റെക്കഗ്നിഷനും റിവാർഡും കൊടുക്കുകയും ചെയ്യുമ്പോൾ അവരെ ഒന്നും കൂടി നമുക്ക് പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. രണ്ടാമത്, ഒരു ലീഡർഷിപ്പ് നന്നായി വരുവാണ് എങ്കിൽ, ലീഡർഷിപ്പ് നന്നായാൽ, ലീഡർഷിപ്പ് എത്രയോ ലെവലിലാണ് ലീഡർഷിപ്പ് വർക്ക് ചെയ്യുന്നത് വലിയ ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം, ആ ലീഡർഷിപ്പ് നന്നാവുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞത് ഒരു പരിധിവരെ ഒരു 75% എംപ്ലോയീസിനെ നമുക്ക് എൻഗേജ്ഡ് ആക്കാൻ പറ്റും. എൻഗേജ്ഡ് മീൻസ് കമ്മിറ്റഡ് ടു ദ വെൽഫെയർ ഓഫ് ദ ഓർഗനൈസേഷൻ. ആ ഓർഗനൈസേഷൻ ആരാണ് ജോലി കൊടുക്കുന്നത് അവരോട് 100% സംതൃപ്തിയോടുകൂടി കോൺട്രിബ്യൂട്ട് ചെയ്യുകയാണ് കമ്പനി വെൽഫെയറിന് വേണ്ടിയിട്ട്. അവർക്ക് തന്നെ പൂർണ്ണമായിട്ടും ബോധ്യമാണ് കമ്പനി നിലനിൽക്കണമെങ്കിൽ കമ്പനിക്ക് ലാഭം ഉണ്ടാവണം. കമ്പനിയുടെ ലാഭം ഉണ്ടായത് ഇൻവെസ്റ്റേഴ്സിന് കൊടുക്കണം. അതുപോലെ തന്നെ സപ്ലയേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് കൊടുക്കണം. കസ്റ്റമേഴ്സിന് 110% വാല്യൂ ക്രിയേറ്റ് ചെയ്താൽ മാത്രമേ ലോങ് റണ്ണിൽ സ്ഥാപനം നിൽക്കുള്ളൂ. അപ്പോൾ ഇന്നെല്ലാം എഡ്യൂക്കേറ്റഡ് ആയതുകൊണ്ട് വലിയ വലിയ ഓർഗനൈസേഷനിലും ചെറിയ ഓർഗനൈസേഷനിലാണ് എങ്കിലും എംപ്ലോയിയെ നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യുക, അവരെ നമ്മൾ കൂട്ടിക്കൊണ്ട് നിൽക്കുക, നല്ലൊരു ടീമിലേക്ക് അവർ ഇട്ട് കൊടുക്കുക, അതുപോലെ തന്നെ നല്ല ലീഡർഷിപ്പ് അവർക്ക് കൊടുക്കുക. ഇതൊക്കെ വളരെ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നതാണ്. നമ്മൾ കുറച്ച് ഒരു നെഗറ്റീവ് പോലെ നിൽക്കുന്ന ഒരു എംപ്ലോയി ആണ് എങ്കിൽ അവരെ നമുക്ക് കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. കമ്മ്യൂണിക്കേഷൻ സ്ട്രെങ്തൻ ചെയ്താൽ, കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴും അതുപോലെ തന്നെ ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷനുണ്ട്, മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ടുള്ള ആളുകളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ സ്ട്രെങ്തൻ ചെയ്യുന്നതോട് കൂടിയിട്ട് അവരുടെ ക്രിയേറ്റിവിറ്റി ആൻഡ് പ്രൊഡക്ടിവിറ്റി കൂടും. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഒരു ഓർഗനൈസേഷനിൽ വേറെ മൂന്നാമത്തെ സൈഡ് വരുന്നത് അവർ തരുന്ന ഫീഡ്ബാക്ക് റെക്കഗ്നൈസ് ചെയ്യുക. ആ ഫീഡ്ബാക്ക് റെക്കഗ്നൈസ് ചെയ്യുന്നതോടു കൂടി അവർക്കൊരു റെക്കഗ്നിഷൻ കിട്ടും. മോണിറ്ററി റെക്കഗ്നിഷൻ അല്ലാതെ ഒരു സെലിബ്രേറ്റ് ചെയ്യാനുള്ള ഒരു അംഗീകാരം അവരുടെ കയ്യിൽ എപ്പോഴും അവർക്ക് നൽകുന്നതാണ്. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് ഈ കമ്പനിക്ക് എപ്പോഴും ഒരു ഇൻറ്റേർണൽ മാഗസിനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സിസ്റ്റം ഉണ്ടാവും. അതായത് ഈ അച്ചീവ്മെൻറ്റ്സ് കാണിക്കാൻ ചിലപ്പോൾ അത് ടി വിയിലായിരിക്കും, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് ഓരോ ദിവസവും ആരാണ് അച്ചീവ് ചെയ്തിരിക്കുന്നത് എന്ന് കാണിക്കും, അല്ലെങ്കിൽ അവരുടെ മൈൽ സ്റ്റോൺ. ഞങ്ങളുടെ ഓർഗനൈസേഷനിൽ 5 കൊല്ലമായിട്ട് ഈ സഹോദരൻ നമ്മുടെ കയ്യിലുണ്ട്. അവർ സ്റ്റാർട്ടിങ്ങിൽ പൊസിഷനിലായിരുന്നു, 3-ാം വർഷം 2ാമത്തെ പൊസിഷനിലേക്ക് ചാടിക്കയറി, 5ാമത്തെ വർഷം അയാൾ അതിൻ്റെ മുകളിലേക്ക് കയറി. ഈ രീതിയിലുള്ള ഒരു റെക്കഗ്നിഷൻ. അപ്പം ആ ഓർഗനൈസേഷനുള്ള 2000 എംപ്ലോയി ഉണ്ടെങ്കിൽ 2000 എംപ്ലോയിയും കാണുന്നില്ലേ? ആ കാണുമ്പം അവർക്ക് ഞാൻ പറയുന്നത്, അന്നെല്ലാവരും ഞാൻ പറയുന്നത് മിക്കവാറും ആ ഓർഗനൈസേഷനിലൊരു സിസ്റ്റം ഉണ്ട്. ആ ഓർഗനൈസേഷനിലെ സിസ്റ്റം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് കാണുമ്പം എല്ലാവരും ആ ആൾക്കൊരു മെസ്സേജ് അയക്കണം. ആ മെസ്സേജ് കിട്ടുന്ന സമയത്ത് അയാൾ ഒരു ത്രില്ലായിട്ട് മാറുമല്ലോ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഓർഗനൈസേഷനിൽ ആ എഫിഷ്യൻസിക്ക് വേണ്ടിക്ക് ഈ എംപ്ലോയിക്ക് ഏത് ലെവലിലുള്ള എംപ്ലോയി ആവാം, ഓർഗനൈസേഷൻ്റെ എഫിഷ്യൻസി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യൂ, ഐഡിയ തരൂ എന്ന് പറഞ്ഞിട്ട് ടോപ്പ് മാനേജ്മെൻറ്റിന് താഴോട്ടൊരു ഒരു സപ്പോർട്ട് കൊടുക്കുന്നു, അല്ലെങ്കിൽ ഒരു റിക്വസ്റ്റ് അയക്കുന്നു എന്ന് വിചാരിച്ചു, എന്തോ ഒരു എംപ്ലോയി അത് പാർട്ടിസിപ്പേറ്റ് ചെയ്യും. ആ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആ ഒരു പ്രോഗ്രാം ചിലപ്പം ഓർഗനൈസേഷൻ്റെ ഒരു പ്രോസസ് കോസ്റ്റ് സേവ് ചെയ്യാനായിട്ട് സഹായിക്കും. ആ കോസ്റ്റ് സേവ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഓർഗനൈസേഷൻ്റെ ഇത് കിട്ടും. അങ്ങനെ വരുന്ന ആ ഒരു കോൺട്രിബ്യൂഷന്, ആ ഒരു ഐഡിയക്ക് മോണിറ്ററി അല്ലാതെ നോൺ മോണിറ്ററി ബേസിൽ അവരെ അന്നേരം തന്നെ നമ്മൾ റിവാർഡ് ചെയ്യുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും ആ എംപ്ലോയി നമ്മുടെ കൂടെ തന്നെ നിൽക്കുള്ളൂ. അവർ ഞാൻ പറയുന്നത് ഈ ഓർഗനൈസേഷന് വേണ്ടി കമ്മിറ്റഡായിട്ട് വർക്ക് ചെയ്യും. അവർ അതിനു വേണ്ടി പഠിക്കും, മനസ്സിലാക്കും, അവർ തീർച്ചയായിട്ടും നമുക്ക് തരുന്നതാണ്. അപ്പോൾ മോശം എംപ്ലോയി എന്നില്ല, പക്ഷേ പ്രാപ്തി കൊണ്ട്, എക്സ്പീരിയൻസിൻ്റെ കുറവ് കൊണ്ട് ഓരോരോ ഈ 4 കോളമായി തിരിച്ചതിൽ വന്ന് വീണിട്ടുണ്ടാവും. പക്ഷേ നമുക്ക് ഞാൻ പറഞ്ഞത് തീർച്ചയായിട്ടും ഇവരെ മുകളിലേക്ക് കൊണ്ടുവരാവുന്നതാണ്. അതിലൊന്ന് ടീം ബിൽഡിംഗ് ആൻഡ് റെക്കഗ്നിഷൻ, ടീം ബിൽഡിംഗ് ആണ്. 2 ഞാൻ പറഞ്ഞത് പ്രോപ്പർ ലീഡർഷിപ്പാണ്. പിന്നെ നമുക്ക് അവർക്ക് റീസണബിൾ ആയിട്ടുള്ള ഇൻഡസ്ട്രി ലെവലിലുള്ള സാലറി, വേജസ് നമ്മൾ അവർക്ക് കൊടുക്കണം. അതേപോലെ തന്നെ അവരുടെ ഫീഡ്ബാക്ക്, ഈ പറയുന്ന പ്രോസസ് എഫിഷ്യൻസി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പം നമ്മൾ ഇപ്പോൾ ഒരു ഉദാഹരണമായിട്ട്
നമ്മുടെ ഓർഗനൈസേഷൻ ഒരു പ്രോഡക്റ്റ് ഒരു ബിസ്ക്കറ്റ് ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ തൊട്ടടുത്ത് നമ്മുടെ കോമ്പറ്റീറ്റർ ബിസ്ക്കറ്റ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബിസ്ക്കറ്റിൻ്റെ ഡിമാൻഡ് കുറച്ച് താഴോട്ട് പോവുകയാണ് ഈ മാസം മുതൽ. അടുത്ത ആളുടെ ആ അതേ സെയിമിലുള്ള ബിസ്ക്കറ്റ് ആഡ് ചെയ്യുകയാണ്. ഏറ്റവും ഫ്ലോർ ലെവലിലുള്ള എംപ്ലോയിയോട് ഈ കാര്യങ്ങൾ പറഞ്ഞാൽ ചിലപ്പം ആ സഹോദരന് അവരെ ഓവർകം ചെയ്യാനുള്ള ഒരു ഐഡിയ നമുക്ക് തരാനായിട്ട്. വലിയ ഓർഗനൈസേഷനിലൊക്കെ ഐഡിയ ക്ലബ്ബുണ്ട്. ഐഡിയ ക്ലബ്ബ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഐഡിയ ക്ലബ്ബ് എന്ന് പറയുന്നത് ആക്ച്വൽ അനുഭവത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഒരു ഇൻവെൻഷനാണ്. ആ ഇൻവെൻഷൻ നമ്മൾ കൊമേഴ്സ്യലായിട്ട് കൺവെർട്ട് ചെയ്ത് ഒരു ഇന്നോവേഷനിലേക്ക് കൊണ്ടുവരുവാണ് എങ്കിൽ കമ്പനിക്ക് ഞാൻ പറഞ്ഞത് ബാക്കിലത്തെ ഒരു എക്സ്പീരിയൻസ് നോക്കണ്ട, മുന്നോട്ട് ധൈര്യമായിട്ടും അവർക്ക് മുന്നോട്ട് ഓടി പോകാവുന്നതാണ്. എംപ്ലോയി റെക്കഗ്നിഷൻ, എംപ്ലോയി എൻഗേജ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻറ്റ് ചലഞ്ചിങ് ഏരിയയാണ്. ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ഏരിയയാണ്.